ഉരുളക്കിഴങ്ങ് തോരൻ അതാണ് നമ്മളിത് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതേപോലെ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടേക്കണം. വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടില്ലെങ്കിൽ അത് കറുത്തു പോകും. ഇത് 1-2 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. നമ്മൾ കഴുകി കൊട്ടക്കകത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സവോളയും 2 പച്ചമുളകും നരിഞ്ഞെടുക്കുക. ഒരു കടായി അങ്ങോട്ട് വെക്കാം. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക്, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ആ പച്ചമുളക് അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൊടുത്ത് ഇട്ട് കൊടുക്കാം. സവോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി വെക്കുക. വെള്ളം ഒരു പക്ഷേ വേണമെന്ന് തോന്നുവാണെങ്കിൽ കയ്യാൽ ഇതേപോലെ ഒരല്പം വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് അടച്ചു വെക്കുക. 3 മിനിറ്റൊക്കെ ഇത് ചെറിയ തീയിലൊന്നിരിക്കുക. ഒരു 3/4 പാത്രം തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 5 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒറ്റ കറക്കിയിട്ട് ഇങ്ങെടുക്കാം. ഇതേപോലെ ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്തോ നോക്കാം. ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമിച്ച് വെക്കുക. ഇനി ഒന്നുകൊണ്ടൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ആവി ഒന്ന് കയറാൻ വേണ്ടി വെച്ചിരുന്നതാണ്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ അരപ്പിൻ്റെ പച്ചച്ചുവ മാറിയ ശേഷം അടുപ്പങ്ങ് നിർത്തും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി തോരനാണ്. ഒന്ന് ചെയ്ത് നോക്കുക.